നിലവിൽ 8 സർവേ ഫലങ്ങൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ 8 എക്സിറ്റ് പോൾ ഫലങ്ങളിലും ബി.ജെ.പിക്ക് തന്നെയാണ് മുൻതൂക്കം. കേവല ഭൂരിപക്ഷമായ 36 സീറ്റ് മറികടക്കും ബി.ജെ.പി എന്ന് 8 എക്സിറ്റ് പോൾ ഫലങ്ങളും പറയുന്നു. വളരെ വേഗം നോക്കാം നിലവിൽ പുറത്തു വന്നിരിക്കുന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ. എക്സിറ്റ് പോൾ ഫലങ്ങളിൽ ചാണക്യ ആം ആദ്മി പാർട്ടി പരമാവധി 28 വരെ സീറ്റുകൾ നേടുമെന്ന് പറയുമ്പോൾ ബി.ജെ.പി 39 മുതൽ 44 വരെ സീറ്റുകൾ നേടിയേക്കാം. കോൺഗ്രസ് 2 മുതൽ 3 സീറ്റുകൾ വരെ നേടിയേക്കാം എന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങളിൽ പറയുന്നത്. ചാണക്യയുടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത്. മാട്രിക്സിന്റെ കണക്ക് പ്രകാരം ബി.ജെ.പി 35 മുതൽ 40 വരെ സീറ്റുകൾ നേടിയേക്കാം. ആം ആദ്മി പാർട്ടി 32 മുതൽ 37 വരെ സീറ്റുകൾ മാത്രം നേടിയേക്കാം. പീപ്പിൾസ് ഇൻസൈറ്റിൽ ബി.ജെ.പി തന്നെയാണ് മുന്നിൽ. 40 മുതൽ 44 വരെ സീറ്റുകൾ നേടിയേക്കാമെന്ന് പീപ്പിൾ ഇൻസൈറ്റ് എന്ന സർവേ ഏജൻസി പറയുന്നു. ആം ആദ്മി പാർട്ടിക്ക് പരമാവധി ലഭിക്കുക 25 മുതൽ 29 വരെ. പി മാർക്കിലും ബി.ജെ.പി തന്നെയാണ് മുന്നിൽ. ബി.ജെ.പി 39 മുതൽ 49 സീറ്റുകൾ വരെ നേടിയേക്കാം. ആം ആദ്മി പാർട്ടി 21 മുതൽ 31 വരെ സീറ്റുകൾ മാത്രമേ നേടൂ. കോൺഗ്രസിന് പരമാവധി ഒരു സീറ്റ്. ടൈംസ് നോവിലും മുന്നിൽ ബി.ജെ.പി തന്നെയാണ്. ടൈംസ് നോവിന്റെ സർവേ പ്രകാരം ബി.ജെ.പി 37 മുതൽ 43 വരെ സീറ്റുകൾ നേടിയേക്കാം. ആം ആദ്മി പാർട്ടി 27 മുതൽ 34 വരെ സീറ്റുകൾ നേടിയേക്കാം. കോൺഗ്രസിന് പരമാവധി 2 സീറ്റുകൾ മാത്രം. നിലവിൽ ടുഡേയ്സ് ചാണക്യയുടെ കണക്ക് കൂടി എത്തുന്നു. 39 മുതൽ 44 വരെ സീറ്റുകളാണ് ബി.ജെ.പിക്ക് സാധ്യത. ആം ആദ്മി പാർട്ടിക്ക് 25 മുതൽ 28 വരെ സീറ്റുകൾ മാത്രമേ നേടാൻ കഴിയൂ. കോൺഗ്രസ് 2 മുതൽ 3 സീറ്റുകൾ വരെ നേടിയേക്കാം. പോൾ ഡയറിയിൽ ബി.ജെ.പി 42 മുതൽ 50 സീറ്റുകൾ വരെ നേടിയേക്കാം. ആം ആദ്മി പാർട്ടി 18 മുതൽ 25 സീറ്റുകൾ വരെ നേടിയേക്കാം. കോൺഗ്രസിന് പരമാവധി 2 സീറ്റുകൾ. അത് 1 എന്നിങ്ങനെയാണ് കണക്കുകൾ. പരമാവധി നോക്കൂ ഉണ്ണി ബാലകൃഷ്ണൻ, ഒരു ആവറേജ് നമ്മൾ ഇതുവരെ പുറത്തു വന്നിരിക്കുന്ന 8 എക്സിറ്റ് പോൾ ഫലങ്ങളുടെ ആവറേജ് എടുത്താൽ 44-46 എന്ന കണക്കിലായിരിക്കും ബി.ജെ.പിയുടെ സീറ്റ് വരാൻ പോകുന്നത്. അതായത് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് കഴിഞ്ഞ തവണയുള്ള 8 സീറ്റുകൾ എന്നുള്ളത് 44 സീറ്റുകളിലേക്ക് ഉയർത്തുന്നു ബി.ജെ.പി എന്ന് പറയുമ്പോൾ ബി.ജെ.പിയുടെ പ്രചരണം, ബി.ജെ.പിയുടെ ശക്തമായിട്ടുള്ള ക്യാമ്പയിനിങ്, ബി.ജെ.പിയുടെ ചിട്ടയായിട്ടുള്ള ഡോർ ടു ഡോർ ക്യാമ്പയിൻ, ആം ആദ്മി പാർട്ടിക്കെതിരെ ആദ്യം എന്ത് വിഷയം കൊണ്ടുവരുമെന്നതിലെ ആശങ്ക മാറിയുള്ള ചിട്ടയായിട്ടുള്ള പ്രവർത്തനം, ഇതെല്ലാം ബി.ജെ.പിയെ സഹായിച്ചു എന്ന് വേണം കരുതാൻ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ തെരഞ്ഞെടുപ്പ് വലിയ രീതിയിൽ നിയന്ത്രിച്ചിരുന്നത് RSS ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം. RSS ഡൽഹിയുടെ തെരഞ്ഞെടുപ്പ് ഏറ്റെടുത്ത ഒരു വർഷമാണിത്, യാതൊരു സംശയം വേണ്ട. കാരണം ഞാനൊരു കണക്ക് പറയാം. അതായത് RSS 50,000-ഓളം ഈ പറയുന്ന ഡ്രോയിങ് റൂം മീറ്റിംഗ്സ് നടത്തിയിട്ടുണ്ട്. ഡ്രോയിങ് റൂം മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിലേക്കെത്തി അവിടുത്തെ ഡ്രോയിങ് റൂമിലിരുന്ന് അവിടുത്തെ ആളുകളുമായി സംസാരിക്കുന്ന മീറ്റിംഗുകൾ എന്ന് പറയുന്നത് 50,000 ഡ്രോയിങ് റൂം മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്തിരിക്കുന്ന ആരാണെന്നറിയാമോ? RSS ആണ്. RSS ആണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഡൽഹിയിലെ ബി.ജെ.പിയുടെ പ്രചാരണത്തിൻ്റെ ചുക്കാൻ പിടിച്ചത്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് 70 സീറ്റുകളാണ് ആകെ ഡൽഹി നിയമസഭയിലുള്ളത്. അതിൽ 58 സീറ്റുകൾ ജനറൽ സീറ്റുകളാണ്. ബാക്കി 12 സീറ്റുകൾ ഷെഡ്യൂൾ കാസ്റ്റിനും ഷെഡ്യൂൾ ട്രൈബ്സിനും വേണ്ടി സംവരണം ചെയ്തിരിക്കുന്ന സീറ്റുകളാണ്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകൾ നോക്കിക്കോളൂ നിങ്ങൾ. 2015 2020 12 സീറ്റും ആം ആദ്മി പാർട്ടിക്ക് കിട്ടിയിരിക്കുന്നത്. 12 ആകെ ഉള്ളത് 12 സംവരണ സീറ്റുകളാണ്. ആ 12 സംവരണ സീറ്റുകളിലും ആം ആദ്മി പാർട്ടി ഏകപക്ഷീയമായി വിജയിച്ചു വരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? 30% OBC വോട്ടും 16% ദളിത് വോട്ടും ഉണ്ട്. അവിടെ 46% വോട്ട് ഇൻടാക്റ്റ് ആണ് ആം ആദ്മി പാർട്ടിയുടെ കയ്യിലെന്നാണ്. പിന്നെ അവർക്ക് വേണ്ടത് എന്താണ്? പിന്നെ അവർക്ക് വേണ്ടത് കുറച്ച് മുന്നോക്ക വിഭാഗങ്ങളുടെ വോട്ട് മാത്രമാണ്. പിന്നെ സിഖ് സമുദായത്തിൻ്റെ വോട്ടും. ഈ രീതിയിലായിരുന്നു അവരുടെ ഈ വോട്ട് സമവാക്യം എന്ന് പറയുന്നത്. ആ ഫോർമുലയാണ് ഇപ്പോൾ ബി.ജെ.പി ബ്രേക്ക് ചെയ്തിട്ടുണ്ട് എങ്കിൽ, ഇപ്പോൾ പറയുന്ന എക്സിറ്റ് പോൾ പറയുന്ന ബി.ജെ.പിയുടെ ഒരു വലിയ മുന്നേറ്റം സംഭവിക്കുമെങ്കിൽ ആ വോട്ട് ബാങ്ക് ബ്രേക്ക് ചെയ്തിരുന്നു. എല്ലാ വോട്ട് ബാങ്കുകളും ബ്രേക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഞാൻ ഒരു കാര്യം കൂടി പറയാം. കഴിഞ്ഞ ദിവസം ഞാൻ സൂചിപ്പിച്ചതാണ്, ഈ പറയുന്ന അംബേദ്കറുമായി ബന്ധപ്പെട്ട് വലിയ പ്രചാരണമാണ് ബി.ജെ.പിക്കെതിരായിട്ട് അവിടെ ആം ആദ്മി പാർട്ടി നടത്തിയത്. അതായത് അമിത്ഷായുടെ പരാമർശം, ലോക്സഭയിൽ അമിത്ഷാ നടത്തിയ അംബേദ്കറിനെതിരായിട്ടുള്ള പരാമർശം വലിയ രീതിയിൽ പ്രചാരണായുധമാക്കാനായിട്ട് ആം ആദ്മി പാർട്ടി എന്തുകൊണ്ടാണ് ശ്രമിച്ചത്? ഈ വോട്ട് ബാങ്ക് തങ്ങളിൽ നിന്ന് അകന്നു പോകുന്നു എന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്ന ആം ആദ്മി പാർട്ടി AI വീഡിയോ അടക്കമാണ്, അംബേദ്കറിൻ്റെ AI വീഡിയോ അടക്കമാണ് വലിയ രീതിയിൽ പ്രചാരണത്തിന് ഉപയോഗിച്ചത്. പക്ഷേ അതൊന്നും തന്നെ അവിടെ പ്രവർത്തിച്ചിട്ടില്ല എന്ന് വേണം ഈ എക്സിറ്റ് പോളിൽ നിന്ന് മനസ്സിലാക്കാൻ. എക്സിറ്റ് പോളാണ്, താങ്കൾ സുജയ് നേരത്തെ പറഞ്ഞ കണക്ക്. എക്സാക്ട് പോൾ വരുമ്പോൾ എന്തായിരിക്കും റിസൾട്ട് എന്ന് നമുക്കറിയില്ല. പക്ഷേ എല്ലാ സർവേകളും, ഇതുവരെ പുറത്തു വന്നിരിക്കുന്ന എല്ലാ സർവേകളും വളരെ വ്യക്തമായ ഒരു ഭൂരിപക്ഷം തന്നെയാണ് ബി.ജെ.പി നൽകിയിരിക്കുന്നത്. പുറത്താക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി വളരെ മുൻപ് തന്നെ ബി.ജെ.പി തുടങ്ങിയിട്ടുണ്ട്. അതാണ് ഈ കേസിന്റെ സംഭവങ്ങളായാലും ബൂത്ത് തലത്തിലെ പ്രവർത്തനം കൃത്യമായി നടപ്പാക്കിയിട്ടുണ്ട് ബി.ജെ.പി. അത് ആം ആദ്മി പാർട്ടിയും എല്ലാ കാലത്തും ചെയ്യുന്നതാണ്. പക്ഷേ ഇപ്പോൾ കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ ജയിലിൽ അടച്ചുകൊണ്ടാണ് പിന്നുള്ള നടപടികളിലേക്ക് ബി.ജെ.പി കടന്നത്. ബി.ജെ.പി ആണോ ആം ആദ്മി പാർട്ടിയെ പുറത്താക്കണം തീരുമാനിച്ചത്, അതോ കോൺഗ്രസ് ആണോ? അല്ല, ആദ്യം പറഞ്ഞത് ആയുധം കൊടുക്കുന്നു. കോൺഗ്രസുമായി സഖ്യം ചേരാൻ തീരുമാനിക്കുന്ന ഘട്ടത്തിൽ തന്നെ ആം ആദ്മി പാർട്ടിക്ക് ഒരു ബോധ്യമുണ്ടായിരുന്നു. കോൺഗ്രസുമായുള്ള സഖ്യം ആം ആദ്മി പാർട്ടിയെയോ കോൺഗ്രസിനെയോ സഹായിക്കില്ല എന്ന് 2 നേതാക്കൾക്കും വ്യക്തമായതുകൊണ്ടാണല്ലോ ഈ സഖ്യത്തിൽ നിന്ന് അവർ പിന്മാറുന്ന സാഹചര്യം ഉണ്ടായത്. മുനിസിപ്പൽ കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പിന്
തെരഞ്ഞെടുപ്പിന്റെ ഫലം നോക്കൂ. 2022 ആം ആദ്മി പാർട്ടി BJP-യിൽ നിന്ന് അധികാരം പിടിക്കുമ്പോൾ BJP ആയിരുന്നു ഡൽഹി 2017 വരെ കോർപ്പറേഷൻ ഭരിച്ചിരുന്നത്. അവിടെയാണ് ആം ആദ്മി പാർട്ടിക്ക് പിഴവ് പറ്റുന്നത്. 2022 ആം ആദ്മി പാർട്ടിക്ക് അവിടെ വലിയ വിജയം നേടുമ്പോൾ 164 സീറ്റോ മറ്റോമാണ് ആം ആദ്മി പാർട്ടി മുനിസിപ്പൽ കോർപ്പറേഷൻ നേടുന്നത്. ആ മുനിസിപ്പൽ അവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മുനിസിപ്പൽ കോർപ്പറേഷനിലാണ് അവിടുത്തെ സിവിക് ഗവേണൻസിന്റെ വിഷയം. അവിടുത്തെ റോഡ്, അവിടുത്തെ ഇലക്ട്രിസിറ്റി, വെള്ളം, പൊല്യൂഷൻ ഇതെല്ലാം നിയന്ത്രിക്കേണ്ടി വരുന്നത് ആ മുനിസിപ്പൽ കോർപ്പറേഷനാണ്. ചുരുക്കത്തിൽ മുനിസിപ്പൽ കോർപ്പറേഷനിലെ ഭരണം നേരാവണ്ണം ആം ആദ്മി പാർട്ടിക്ക് നടത്താൻ കഴിയാതെ പോയത് അത് മാത്രമല്ല, ഇത് MCD ഒരു ഫാക്ടറായിട്ട് വരുന്നത്. പിന്നെ വേറൊരു കാര്യം എന്താ അറിയാം, നമ്മളെപ്പോഴും ഈ ആം ആദ്മി പാർട്ടി ഒരുപാട് സൗജന്യങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു, അവർക്കത് പോസിബിൾ ആകുന്നു എന്ന് പറയുമ്പോൾ നമ്മളൊരു ഫാക്ടർ കാണാതെ പോകുന്നുണ്ട്. എന്താണെന്ന് അറിയാമോ? അതൊരു യൂണിയൻ ടെറിട്ടറിയാണ്. അതിന്റെ ഏതാണ്ട് ഒരു 40% ഓഫ് എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യുന്നത് കേന്ദ്ര സർക്കാരാണ്. അപ്പോൾ അവർക്ക് പോലീസിന് പൈസ കൊടുക്കേണ്ട, ശമ്പളം കൊടുക്കേണ്ട കാര്യമില്ല, അവരുടെ ഡിഫൻസ് മെക്കാനിസത്തിന് ശമ്പളം കൊടുക്കേണ്ട കാര്യമില്ല.